തിരുവനന്തപുരം ജില്ലയിലെ കല്ലിയൂർ വില്ലേജിൽ വിജയ തുളസിയിൽ വിജയകുമാറും ഭാര്യ വിജയ തുളസിയും ചേർന്ന് നടത്തുന്ന ആട് ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 2 വർഷം മുമ്പാണ് ഇവർ ഇത്തരത്തിലുള്ള വിപുലമായൊരു സംരംഭം ആരംഭിച്ചത്. വലുതും ചെറുതുമായ 300ഓളം ഇനം വിവിധ ഇനം ആടുകൾ ഇവിടെ ഇപ്പോൾ ഈ ഫാമിലുണ്ട്. പശു വളർത്തലിനേക്കാളും എന്തുകൊണ്ടും ലാഭം ആട് വളർത്തലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ ദമ്പതിമാരുടെ ആട് വളർത്തലിനെ കുറിച്ചാകട്ടെ ഇന്നത്തെ കൃഷിദർശനിൽ. ആദ്യം 75 ആടുകളെ വാങ്ങി വളർത്തിയാണ് ഈ ദമ്പതികൾ ആടുവളർത്തലിന് തുടക്കം കുറിച്ചത്. അതിനു മുൻപ് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആടുകളെക്കുറിച്ച് അറിയാനും അവയെ വളർത്തുന്ന രീതി മനസ്സിലാക്കാനും ഇവർക്ക് സാധിച്ചു. ഇപ്പോൾ നബാർഡിന്റെ സ്കീം ഉപയോഗിച്ച് വലിയൊരു തുക ലോൺ എടുത്താണ് ഇവർ 500 ആടുകളുള്ള ഒരു ആധുനിക ഫാം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ എത്ര ആടുകളുണ്ടായിരുന്നു? ഇത്രയും ആദ്യമായി 75 ആടുകളെ വാങ്ങിച്ചതിനെ കുറിച്ചതിന് ശേഷമാണ് ഈ സംരംഭം വിലയിരുത്താനായി ആഗ്രഹം തോന്നിയത്. അല്ല, 75 ആടുകൾ എവിടെ നിന്ന് വാങ്ങി? നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്? നാട്ടിൻപുറങ്ങളിൽ നിന്നും മലബാർ പ്രദേശത്തു നിന്നും മലബാറി ആട് എറണാകുളത്തു നിന്നാണ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടായത്. അങ്ങനെ അപ്പം 75 ആടിന് ഇതുപോലത്തെ ഷെഡൊന്നും കെട്ടാതെയാണ്? ആദ്യം ടാർപ്പ കെട്ടി പരിശീലനം നേടിയതിന് ശേഷമാണ് മറ്റ് ഇതിന് കൂടുതലായി തീർക്കുന്നത്. പരിശീലനം നേടിയെന്ന് പറയുന്നല്ലോ, എങ്ങനെ പരിശീലനം നേടിയത്? ഗവൺമെൻറ് തലത്തിൽ തന്നെ ക്ഷീരകർഷകനുള്ള ഒരു അവാർഡ് വാങ്ങിയവർക്ക് ഒരു ടൂർ ഏർപ്പാട് ചെയ്യുകയും രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി തുടങ്ങിയ മറ്റ് പല സംസ്ഥാനങ്ങളിൽ പോവുകയും അവിടെ നിന്ന് കണ്ട് പഠിച്ചതിന് ശേഷമാണ് ഈ ആടിലോട്ടുള്ള താല്പര്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ കാരണമായി. സാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ക്ഷീരകർഷകനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അങ്ങനെ പോയ പല സ്ഥലങ്ങളിൽ കണ്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തുടക്കം കുറിക്കുന്നത്. 75 ആടുകളാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഈ കൂടുതൽ ആടുകളെ വളർത്താം എന്നൊരു ആത്മവിശ്വാസം എപ്പോഴാണ് വന്നത്? ആടിന് ചിലവ് വർദ്ധിക്കുകയും ഒരിക്കലും വില കുറയുന്നില്ല, കൂടുന്നതല്ലാതെ ആട്ടിറച്ചിക്കോ ആടിനോ വില കുറയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് കൂടുതൽ ആവശ്യക്കാർ മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് ഇത് വിപുലീകരിക്കാനായി ആഗ്രഹമുണ്ടായത്. അങ്ങനെ പിന്നെ കൂടുതലും വാങ്ങുകയായിരുന്നോ അതോ ഈ 75 പിന്നെ ഞാൻ നബാർഡിൻ്റെ ഒരു സ്കീം അനുസരിച്ച് 25,000 രൂപ ലോണിൽ 6.25 ലക്ഷം രൂപ സബ്സിഡി, ബാക്ക് ആൻഡ് സബ്സിഡിയാണ് എങ്കിലും ഇപ്പോൾ നിലവിലുണ്ട്. അതനുസരിച്ചാണ് ഞാൻ വീണ്ടും ഇത് വിപുലീകരിച്ചത്. ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു? നെറ്റിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ചാണ് അറിഞ്ഞത്, തുടക്കം കുറിച്ചത്. എന്നിട്ട് എങ്ങനെ ബാങ്കിനെ അപ്രോച്ച് ചെയ്തു? എങ്ങനെയാണ് ഈ സ്കീം ഇത്രയും? ബാലനാപുരത്ത് കാനറ ബാങ്കിനെ സമീപിക്കുകയും അന്നിരുന്ന മാനേജർ വളരെ താല്പര്യപൂർവ്വം ബാങ്ക് ലോൺ തരുന്നതിനും സാധ്യത പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഞാനത് ആദ്യമായി ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു അന്ന് 75 ആടുകൾക്ക് വേണ്ടിയിട്ടുള്ള മുതൽ മുടക്കായിരുന്നില്ല? 500 ആടാണ് ആ സ്കീമിലുള്ളത്. 500 ആടുകൾ വേണം. 25 ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട്. 6.25 ലക്ഷം രൂപ ബാക്ക് ആൻഡ് സബ്സിഡി അനുവദിക്കുമെന്നാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പം എത്ര 2 വർഷം മുമ്പാണല്ലോ ലോൺ എടുത്തത്? ഇല്ല, ഇപ്പോൾ ലോൺ എടുത്തിട്ട് ഏതാണ്ട് 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. ലോൺ പൈസ കൈ കിട്ടിയോ? കൈ കിട്ടി, പൂർണ്ണമായും കൈ കിട്ടിയിട്ടുണ്ട്. റിട്ടേൺ അടവ് ഇനി 1 വർഷം, ഇനി 6 മാസം കൂടെ കഴിഞ്ഞ് അടച്ചാൽ മതി. ഇൻട്രസ്റ്റ് മാത്രം ഇപ്പം നിലവിൽ അടയ്ക്കണം. അപ്പോൾ കയ്യിൽ 25 ലക്ഷവും കിട്ടി? 24 ലക്ഷം രൂപയും കൈ കിട്ടി. അത് ആ രൂപ കൊണ്ട് എന്തൊക്കെ ഈ ഫാമിലുണ്ടാക്കി? 500 ആടുകളെ വാങ്ങി ഈ ഫാം മൊത്തത്തിൽ കെട്ടി ബോർവെൽ ഒഴിച്ച് പിന്നെ ഇതിന് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിൽ നിന്ന് തന്നെയാണ്. 2.5 ഏക്കർ സ്ഥലം സ്വന്തമായുള്ള ഈ ദമ്പതികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആട് ഫാം നടത്തിക്കൊണ്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഏതാണ്ട് 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഇവർ പുൽകൃഷി നടത്തുന്നുണ്ട്. ഈ പുല്ല് ചാഫ് കട്ടർ ഉപയോഗിച്ച് കഷണങ്ങളാക്കിയാണ് ആടുകൾക്ക് കൊടുക്കുന്നത്. കൂടാതെ ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് പുളിയരി പൊടിച്ചു വേവിച്ച് ഇവയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലാണ് ഉള്ള സംവിധാനങ്ങളാണ് ഈ ആട് വളർത്താനുള്ള ഈ ഷെഡിൽ ഒരുക്കിയിരിക്കുന്നത്? ഇതിനകത്ത് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തോല് കെട്ടിക്കൊടുക്കുന്ന ഒരു രീതിയില്ല. CO4, CO3 എന്നീ പുല്ലിനങ്ങൾ ചാപ്പ് കട്ടറിനകത്ത് കട്ട് ചെയ്ത് ഈ പുല്ലൂടിനകത്ത് വയറിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. പുളിയൻകുരു അവിച്ച് ഓരോ ആടിനും ഒരു 200 ഗ്രാം വീതം കൊടുക്കാറുണ്ട്. അത് ഈ പുല്ലൂടിനകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. KSൻ്റെ പെല്ലറ്റ് പെല്ലറ്റാണ് ഇതിന് ആഹാരമായി കൊടുക്കുന്നത്. പരിശുദ്ധമായ പച്ചവെള്ളം എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് കുടിക്കാൻ ആവശ്യത്തിന് ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ മുഖാന്തരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പകൽ സമയം അഴിച്ച് തുറന്നു വിടാറുണ്ട്. ഇതിനകത്ത് തന്നെ റെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഏതാണ്ട് 300 ആടുകൾ ഇവിടെയുണ്ട്. മലബാറി ആടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവയെ കൂടാതെ സിരോഹി, ബീറ്റൽ, അട്ടപ്പാടി ബ്ലാക്ക് തുടങ്ങിയ ആടുകളും ഇവിടെയുണ്ട്. നെടുകെ തടിക്കഷ്ണങ്ങൾ നിരത്തിയ ഒരു പ്രതലത്തിലാണ് ഈ ആടുകളെ വളർത്തുന്നത്. അതിന്റെ ഇടയിലൂടെ ആട്ടിൻകാഷ്ടവും മൂത്രവും താഴേക്ക് ശേഖരിക്കുകയും അത് തീറ്റപ്പുൽ വളർത്തുന്ന പാടത്തേക്ക് പൈപ്പ് വഴി എത്തിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഈ തട്ടുണ്ടാക്കിയിരിക്കുന്നില്ല, ഇതാ ഇപ്പോൾ ഈ തട്ടിനൊക്കെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശത്തിലാണോ ചെയ്തിരിക്കുന്നത്? ഇതിൻ്റെ കാഷ്ടവും മൂത്രവും എല്ലാം ഉള്ളിൽ പോകും. ആടിന് ചൂട് കാലാവസ്ഥയാണ് എപ്പോഴും നല്ലത്, തണുപ്പടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെ വരുന്ന ട്രെയിനേജ് എന്ന് പറയുന്നത് ബയോഗ്യാസിൽ പോയിട്ട് അതിൻ്റെ സ്ലറിയാണ് പുൽകൃഷിയിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്മെല്ലോ മറ്റു പ്രശ്നമോ ഒന്നും വരുന്നില്ല. ഇഷ്ടം പോലെ ഗ്യാസ് നമുക്ക് 24 മണിക്കൂറും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ തട്ടിൻ്റെയൊക്കെ ഇടയിലുള്ള സ്പേസിൽ കൂടെ ഇതിൻ്റെ മൂത്രവും പുഴുക്കയെല്ലാം എല്ലാം ഉള്ളിൽ പോകും. എന്നിട്ട് ചൂട് നിലനിൽക്കുകയും ചെയ്യും, നനയത്തില്ല. ഓക്കെ. തറയിലാകുമ്പോൾ തണുപ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞ് കുളമ്പ് നീണ്ടു വരുമ്പോഴത്തേക്ക് ഇതിനപ്പം താഴത്തെ കൂട്ടിലേക്ക് മാറ്റും. സിമെൻറ്റ് വരുമ്പോൾ പിന്നെ കുളമ്പ് തേയാത്തൊരവസ്ഥ വരും. മരത്തിൽ മാത്രം സദാസമയം നിന്ന് കുളമ്പ് വളരുന്നുണ്ട്. ആ, അപ്പോൾ ഈ കുളമ്പ് വളരുന്നതിന് അങ്ങനെ പ്രത്യേക പ്രായമല്ലോ? കുറച്ച് ദിവസം താഴെയാക്കും. താഴെ 1 മാസം താഴെയാക്കിയിട്ട് വീണ്ടും കയറ്റും. അപ്പോൾ ഈ തടിയിൽ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കുളമ്പ് വളരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ശരിക്കുള്ള ഇതറിയില്ല, മിനുസക്കുറവ് കൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് ഇവരോട് മൃഗഡോക്ടറോടോ അങ്ങനെ നമ്മൾ അപ്പോൾ തറയിൽ ചവിട്ടുമ്പോൾ എപ്പോഴും ഫ്ലാറ്റായിട്ടല്ലേ ചവിട്ടുന്നത്. അപ്പോൾ ഇത് ഉണങ്ങിയ ഒരു പ്രതലത്തിൽ മരത്തിൻ്റെ പുറത്തേക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും വളർച്ച ഉണ്ടാവുന്നത്. കൃത്യസമയത്ത് ഇവയ്ക്ക് ആഹാരം കൊടുക്കാൻ ഇവിടെ 2 ജോലിക്കാരുണ്ട്. ഇവിടെ നിന്നും ലഭിക്കുന്ന ആട്ടിൻ കാഷ്ടവും മൂത്രവും ശേഖരിച്ച് ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്ക് കൊടുക്കേണ്ട ആഹാര സാധനങ്ങൾ ചൂടാക്കി കൊടുക്കാൻ ഈ ബയോഗ്യാസ് പ്ലാന്റിലെ ഗ്യാസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിചരണം തുടങ്ങുന്നത് എത്ര മണിക്കാണ്? ഇതിന് രാവിലെ തൊട്ട് നല്ല ഭംഗി 9 മണിക്ക് ആരംഭിച്ചാൽ രാവിലെ 9 മണിക്ക് മതി. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ ജോലിയും തീരും. അടച്ചു പൂട്ടി അങ്ങ് പോവാം. പിന്നെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഈ ഫാനൊക്കെ ഫാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ ഒരുപാട് ആവുന്നില്ല? ഇലക്ട്രിസിറ്റി അഗ്രികൾച്ചർ പർപ്പസിലാണ് ഈ കണക്ഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 75 പൈസയാണ് ഒരു യൂണിറ്റ് കറണ്ടിൻ്റെ. ഇത് 3 ഫേസ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും എടുത്ത് പൊടിക്കാനായിട്ടുള്ള മെഷീൻ വെച്ചിട്ടുണ്ട്. ചോപ്പ് കട്ടറിനുള്ള ആഹാര സാധനങ്ങൾ എല്ലാത്തിനുള്ള സൗകര്യം സർക്കാർ തലത്തിൽ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് തന്നിരിക്കുന്ന ആരാണ്? ഇത് ക്ഷീരവികസന വകുപ്പിൻ്റെ ഫാം സ്കൂൾ എന്ന് പറഞ്ഞ 2012-13 തന്നിട്ടുള്ള ആ സ്കീമിൽ വരുന്നതാണ്. അതിനകത്ത് 2,12,500 രൂപ സബ്സിഡിയായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നേമം ബ്ലോക്കിൽ നിന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ ഫാം സ്കൂളാണല്ലേ? ഫാം സ്കൂളാണ് അതിൻ്റെ ഒരു ഭാഗം, ഒരു മുറി ഇതിനായിട്ട് പൊടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പം നമ്മുടെ ഫാമിലെ എല്ലാ സാധനങ്ങളും അതിൽ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. ലഭ്യത അനുസരിച്ചുള്ള എല്ലാ ഐറ്റവും അതിനകത്ത് പൊടിക്കാൻ സാധിക്കുന്നു. മരച്ചീനി ആയിരുന്നാലും ചോളം ആയിരുന്നാലും പുളിയരി ആയിരുന്നാലും എല്ലാം അതിനകത്ത് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും. ഇവയ്ക്ക് ആഹാരം കൊടുക്കുന്നതിന് സമയക്രമം എന്തെങ്കിലും ഉണ്ട്. രാവിലെ 9 മണിക്കും വൈകിട്ട് 5 മണിക്കും. ആദ്യം പുളിയരി കൊടുക്കാറുണ്ട്. ഒരാടിന് 150-200 ഗ്രാം പുളിയരി കൊടുക്കാറുണ്ട്. 300 ഗ്രാം തീറ്റ, പ്രായപൂർത്തിയായ ഒരാടിന് 300 ഗ്രാം ഗ്യാസിൻ്റെ പ്ലസ് പെല്ലറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ 1 കിലോയിൽ കുറയാത്ത പച്ചപ്പുല്ല്, വളർത്തുന്ന പുല്ല്. മുറ്റിയതാണ് ഏറ്റവും നല്ലത്. ഇളം പുല്ല് കൊടുത്താൽ വയറിളകുന്ന ഒരു രീതി വരുന്നത്. അതുകൊണ്ട് മുറ്റിയ പുല്ല് ചോപ്പ് കട്ടറിൽ അരേഞ്ച് നീളത്തിന് അടിച്ചു കൊടുക്കാറുണ്ട്. ആഹാരക്രമം ഇത്രയേ ഉള്ളൂ. പിന്നെ പരിശുദ്ധമായ വെള്ളം ദിവസവും ക്ലീൻ ചെയ്ത് വെള്ളം കൊടുക്കാറുണ്ട്. ഇവിടെ പണിക്ക് ക്ലീൻ ചെയ്യാനും ഇവരെ പരിചരിക്കാനും ഒക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാളിൻ്റെ മാത്രം സേവനം ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. ഒരാൾ തന്നെയാണ് ഫുൾ ടൈം ഇവിടെ സേവനം. ആട് വളർത്തൽ ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. കാരണം ആടിന്റെ പാൽ വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വില കിട്ടും. അതുപോലെ തന്നെ ആട്ടിറച്ചിയുടെ വില ഒരിക്കലും കുറയാറില്ല. ഇറച്ചി വിലയ്ക്ക് ഇവയെ വിറ്റാലും നമുക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സബ്സിഡിയോട് കൂടിയ ധനസഹായം ആട് വളർത്തലിന് കർഷകർക്കൊരു കൈത്താങ്ങാണ്. സാർ, ഇതിന്റെ പാല് നമ്മൾ പുറത്ത് കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? പാല് കൂടുതൽ പാൽ വരുമ്പോൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. പങ്കജകസ്തൂരി ഇവിടെ വന്നെടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. 1 ലിറ്റർ പാലിന് അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ 100 രൂപ വരും. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ 1 ലിറ്റർ പാലിന് 75 രൂപ വരും. മരുന്നിനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഭാവി കാലങ്ങളിൽ ഇതിൻ്റെ യൂറിൻ വരെ ഔഷധ ഗുണങ്ങൾക്ക് ഉതകുമെന്നാണ് ഇപ്പോൾ അറിയാൻ ഗുണമുള്ളതാണല്ലേ? അപ്പോൾ ഇത് നമ്മളിപ്പം ഇതിന് സെയിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതിൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സെയിൽ ചെയ്യുമോ? ഏത് അവസ്ഥയിൽ? 3 മാസത്തിനും 4 മാസത്തിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് സെയിൽ ചെയ്യുന്നത്. 1 കിലോയ്ക്ക് 300 രൂപ വെച്ച് തൂക്കിയാണ് കൊടുക്കുന്നത്, വളർത്താനാണെങ്കിൽ പോലും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡുള്ള ബിസിനസ്സാണ്. ഇതിന് വില വെച്ചുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കിലോയ്ക്ക് 300, അത്രയേ ഉള്ളൂ. കിലോയ്ക്ക് 300 ഇതിൻ്റെ വെയിറ്റ് വിൽക്കുന്നു. അപ്പം 3 മാസം തൊട്ട് 4 മാസം വരെ വിൽക്കാറുള്ളൂ. അപ്പോൾ ഇത് 1 വർഷത്തിൽ എത്ര പ്രസവമാണ് ഇത് ഉദ്ദേശിക്കുന്നത്? 2 വർഷത്തിൽ 3 പ്രസവം നടക്കും. 8 മാസം തേച്ച് വേണ്ടി വരില്ല. ആവറേജ് 7 മാസമേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഈ 3 പ്രസവം കഴിയുന്ന ആടുകളെ എന്താ ചെയ്യുന്നത്?
3 പ്രസവം കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ വളർത്താം. 7-8 പ്രസവം വരെ ഇത് നിന്നോളും. പക്ഷെ അതിൻ്റെ ശരിക്കും പറയുന്നത് ആ കാലാവധി 8 മാസം എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. 2 വർഷം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 8 മാസം ഒരെണ്ണത്തിൽ വേണമെന്നുള്ളതാണ്. ഒരു പ്രസവത്തിന് 8 മാസം ആവറേജ് കവർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇതിന് പെട്ടെന്ന് അസുഖങ്ങൾ വല്ലതും വരാം? പ്രതിരോധശേഷി അല്പം കുറവുള്ള ഒരു ജീവിയാണെങ്കിൽ പോലും അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ HS PPR ഇങ്ങനെയുള്ള ചില മുഴുവൻ നശിച്ചു പോകുന്ന 1-2 അസുഖങ്ങളുണ്ട്. അതിന് പ്രതിരോധ വാക്സിൻ സർക്കാർ തലത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി ഇപ്പോൾ നിലവിലുള്ള കുളമ്പ് രോഗത്തിന് കൊടുക്കുന്നത് പോലെ വാക്സിനേഷൻ കിട്ടിയാൽ ആട് വളർത്തൽ ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല, നാശവും സംഭവിക്കാറില്ല. ഇപ്പോൾ കറക്റ്റായി കിട്ടുന്നില്ല. അങ്ങനെ ഒരു വൈഷമ്യമുണ്ട്. നമ്മളിപ്പോൾ 1 വർഷം 10 മാസം ആകുമ്പോഴേ നമ്മൾ ബുക്ക് ചെയ്യും. നമുക്ക് ഇന്ന HS സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 14 മാസം ആകുമ്പോഴേ നമുക്ക് കിട്ടാറുള്ളൂ. എപ്പോഴും 2 മാസം 4 മാസം ഡിലേ വരുന്നു. അതായത് ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ സർക്കാർ തലത്തിൽ വ്യാപകമായിട്ട് വരുന്നില്ല. ആടിനെ സംബന്ധിച്ച് HS PPR ആണ് മെയിനായിട്ട് വരുന്ന രോഗം. പക്ഷേ ഇതിന് കൃത്യനിഷ്ഠയായ ഒരു സമയം കണ്ടുപിടിച്ച് എല്ലാ മാസവും ഫെബ്രുവരി എങ്കിൽ ഫെബ്രുവരിയിൽ അത് കിട്ടണം. 30 ദിവസം ഇടവിട്ട് 2 വാക്സിനും കൊടുക്കണം. അതിനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും ഉണ്ടായാൽ ആട് വളർത്തൽ ഒരു കാരണവശാലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയില്ല. ഇതിങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങളെ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടോ? പരാതി പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പിന്നെ എങ്കിലും ഇത് വരമ്പ ഡിലേ ആവുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് വലിയൊരു നഷ്ടത്തിന് കാരണമായി തീർന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം ഏതൊക്കെ ഇനം ആടുകളാണ്? ഇവിടെ മലബാറി ആടാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പിന്നെ ബീറ്റലുണ്ട്, സിരോയിയുണ്ട്, നാടൻ ആടുകളുണ്ട്. എല്ലാ ഐറ്റവും വെറൈറ്റി ഇവിടെ വളർത്തുന്നുണ്ട്. ഏറ്റവും കൂടുതലും തൂക്കം കിട്ടുന്നത് ഏതാണ്? തൂക്കം കിട്ടുന്ന സിരോഹി എന്ന് പറയുന്ന രാജസ്ഥാൻ ബ്രീഡാണ്. രാജസ്ഥാൻ ബ്രീഡ് നമ്മളിവിടെ കൊണ്ടുവന്ന് ഏജൻസികൾ ഇവിടെ കൊണ്ടുവരുന്നിട്ട് ഇവിടെ ക്രോസ് ചെയ്തെടുക്കാനേ എടുക്കുന്നുണ്ട്. പിന്നെ ആണും പെണ്ണും നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അത് വലിയ റിസ്ക്കാണ്. ഒരാടിന് 20,000 രൂപ കൂടുതൽ വില വരുന്നു. നമ്മുടെ നാടൻ ആടുകൾക്ക് വലിയ തൂക്കമൊന്നും വരാം. നാടൻ ആടുകൾ മലബാറി ആട് സാധാരണ ഇതിലൊരു 40 കിലോ ആവറേജ് കിട്ടും. നാടൻ ആടുകൾ 45-50 കിലോ വരെ കിട്ടും. സിരോയി ബീറ്റൽ ഇതെല്ലാം 70, 75, 80 കിലോ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മൊട്ടനാണെങ്കിൽ 100 കിലോ വരെ പോകും. അപ്പോൾ ഇപ്പോൾ 500 ആടുകളെ വെച്ചിട്ടാണ് നമ്മൾ വളർത്തി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും അനുസരിച്ച് നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ പ്രസവിക്കുന്ന കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം. എന്തായാലും 500 ആടുകൾ സ്കീമെങ്കിലും ഒരു 300 നമുക്ക് വേണം, എപ്പോഴും ഉണ്ടായിരിക്കണം. കൊടുക്കാം, കുറെ കൊടുക്കുന്നതിനോടൊപ്പം വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ തന്നെ പ്രസവിച്ച കുട്ടികൾ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇവയ്ക്കുള്ള തീറ്റയ്ക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ പുറത്തുനിന്ന് അധികം ചിലവൊന്നും വരുന്നില്ല? ഒരു ചിലവും വരുന്നില്ല. അതായത് ഒരാടിന് ശരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ 415 രൂപ ഒരു പ്രതിമാസം ലാഭം കിട്ടുന്നു ഒരാടിന്. ഒരാട് 2 വർഷത്തിൽ 3 പ്രസവം നടക്കുന്നു. 2 കുട്ടികൾ വീതം ആവറേജ് എടുത്തിരുന്നാൽ തന്നെയും ഏതാണ്ട് 24 മാസം കൊണ്ട് 24 മാസത്തേക്ക് 6 കുട്ടികളിൽ നിന്ന് 24,000 രൂപ നമുക്ക് കിട്ടുന്നു. അതിലൊരു 8,000 രൂപ നമുക്ക് ചിലവാകുന്നു. അതിൻ്റെ തീറ്റയ്ക്ക് മാത്രം ചിലവാകുന്നു. ലോണെല്ലാം കൂടെ ഒരു 7,000 രൂപ പോലും 15,000 രൂപയിൽ തീർന്നു. 9,000 രൂപ ലാഭമാണ്. ആ ലാഭത്തിന് നമ്മൾ 24 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്കും 415 രൂപയോളം നമുക്ക് പ്രതിമാസം ഒരാടിൽ നിന്ന് വരുമാനം കിട്ടുന്നു. അപ്പോൾ ഇത്രയും ലാഭകരമായ ഒരു കൃഷിയാണ് ആട് വളർത്തൽ എന്നുള്ള ഒരു അറിവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം പേർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ആട് വളർത്തൽ ഒരിക്കലും നഷ്ടം വരില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഈ ആട് വളർത്തലിനെ കുറിച്ച് എല്ലാവരും ചെറുപ്പക്കാർ ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നവരാണ് ഈ മേഖലയിലേക്ക് എത്തണമെന്നും ആടുകൾ കൂടുതൽ വളർത്തണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടുത്തെ ഏറ്റവും നല്ല കാലാവസ്ഥ ഇതാണ്. ഇപ്പം തന്നെ വിദേശ മലയാളികൾ വരുന്നവർ പലരും തന്നെ ഈ മേഖലയിലേക്ക് ഇവിടെ വന്ന് ചോദിക്കുന്നു, വിവരങ്ങൾ അറിഞ്ഞ് പോകാറുണ്ട്. അവർക്ക് പലിശരഹിത വായ്പ കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു പരാതിയായി പറയാനുള്ളത്, അഗ്രികൾച്ചർ പർപ്പസിലാണ് ഇതെല്ലാം തരുന്നതെങ്കിലും എല്ലാ ബാങ്കുകാരും 13% ഇൻട്രസ്റ്റ് ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നു. അത് മാറണം. ഗവൺമെൻറ് തലത്തിലോ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ മാറി സൗജന്യമായോ പഴയ അഗ്രികൾച്ചറിന് കൊടുക്കുന്ന പോലെ 4% പലിശയ്ക്കോ വന്നാൽ സകല ആളുകളും ആട് വളർത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ആടുകളെ 1 മാസം മറ്റൊരു മുറിയിലാണ് സൂക്ഷിക്കാറ്. അവയ്ക്ക് കുത്തിവയ്പ് എടുത്ത ശേഷം അസുഖങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മറ്റ് ആടുകൾക്കൊപ്പം സമ്പർക്കം പുലർത്താൻ അനുവദിക്കുന്നു. അതിനാൽ ഇവിടുത്തെ ആടുകൾക്കൊന്നും ഇതുവരെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. വിജയകുമാറിന് എന്ന കർഷകന് ഒരു ആട് ഫാമും ഉണ്ട് അല്ലേ? അവിടെ ഏകദേശം 300ഓളം ആടുകളുണ്ട്. അപ്പോൾ ഈ പശു വളർത്തലിന് കിട്ടുന്ന സഹായങ്ങളും നിങ്ങളുടെ സഹകരണം ഈ ആട് ഫാമിനും ആട് വളർത്തലിനും കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഈ ആട് വളർത്തൽ കുറച്ചും കൂടെ ഈ പശു വളർത്തലിനേക്കാളും എളുപ്പമാണോ അതോ പശു വളർത്തലാണോ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്?
തീർച്ചയായും രണ്ടിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു ശാസ്ത്രീയമായ രീതിയിലാണ് അദ്ദേഹം ഇവിടെ പരിചരണങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവുന്നില്ല. കാരണം അസുഖങ്ങൾ വളരെയധികം കുറച്ച് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആടിനും. പക്ഷെ അതിന് പ്രതിരോധ കുത്തിവയ്പ്പോൾ അതിൻ്റെതായ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ പരമാവധി അസുഖങ്ങൾ കുറയും. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ സർക്കാർ കൊടുക്കുന്നത് ആട് വസന്തയ്ക്കെതിരെയുള്ള PPR വാക്സിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ HS അസുഖങ്ങൾക്കെതിരെയുള്ള HS വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം വാക്സിനേഷൻസ് ഒക്കെ ഇദ്ദേഹം എടുക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെ കുറവ് എന്ന് തന്നെയാണ് പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സാധാരണ ആടുകൾക്ക് വരാറുള്ള അസുഖങ്ങൾ ഇതൊക്കെ മാത്രമാണോ കണ്ടുവരാറുള്ളത്? പൊതുവെ ആടുകൾക്ക് അസുഖം കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ അകിടുവീക്കം പോലെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ഇതിനൊക്കെ ഉടനടി ചികിത്സ തേടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആടിന് കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ കഞ്ഞി, ചോറ്, ചക്ക അതുപോലെയുള്ള സാധാരണക്കാര് ചെറിയ അറിവില്ലായ്മ കാരണം പെട്ടെന്ന് അധികം കൊടുക്കുമ്പോൾ വയറിൽ ദഹനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ആസിഡ് നിറയുകയും വയറ് പെരുക്കം ഉണ്ടാവുകയും ആട് പെട്ടെന്ന് കിടപ്പിലാവുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇത്തരം അതിന് ഉടനടി ചികിത്സ തേടിയാൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ സാധാരണക്കാർ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞല്ലോ, ചോറ്, ചക്ക അതെല്ലാം കൊടുക്കുന്നു പറഞ്ഞു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ആടിന് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട തീറ്റകൾ എന്തൊക്കെയാണ്? ആ തീറ്റ ക്രമം എന്തൊക്കെയാണ്? ഇവിടുത്തെ ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഇത്തരം ദഹന സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ അനുവർത്തിക്കുന്ന ഒരു ഫീഡിൻ്റെ റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെല്ലറ്റ് ഫീഡ്, പശുവിന് കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡ് തന്നെയാണ് ആടിനും കൊടുക്കുന്നത്. അതൊരു 150 ഗ്രാം ചെറിയ ആടിന് തുടങ്ങി വലുതിന് ഒരു 350 ഗ്രാം വരെ ഡെയിലി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കിലോ വരെ തീറ്റപ്പുല്ല് ചാഫ് കട്ടർ ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കൊടുക്കുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വഴി വെള്ളം കുടിക്കും തോറും തന്നെ നിറയുന്ന സംവിധാനം, അതായത് എപ്പോഴും അതിന് വെള്ളം അവൈലബിൾ ആയി വരുന്നുണ്ട്. അങ്ങനെ വളരെ ശാസ്ത്രീയമായ ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ മിക്സഡ് റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൈൻഡിങ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെയുള്ള പുളിയരി, ചോളം, ഉണക്കമരിച്ചിനി ഇതുപോലെയുള്ള റോ മെറ്റീരിയൽസ് ഉണക്കിയതിന് ശേഷം പൊടിച്ച് ലോ ഫീഡ് കോസ്റ്റിൽ അവയ്ക്ക് ചെറിയ രീതിയിൽ ആഹാരമായി ഇതിനൊപ്പം തന്നെ നൽകാറുണ്ട്. അതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വളരെയധികം കുറവാണ്. ഇതൊക്കെയാണ് ആടിന് കൊടുക്കേണ്ട ആഹാരങ്ങൾ അല്ലേ? അപ്പോൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സാധാരണ ഈ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്ന പോലെ ഈ ചോറ് അധികം വന്നാൽ എന്ത് വന്നാലും ഈ ആടിന് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് അവർക്കൊരു പുതിയ അവയർനെസ് ആയിരിക്കും. ഇപ്പോൾ ഈ ആടുകളെ ഇപ്പം നല്ല രീതിയിലൊരു ക്രമീകരണമാണ് ഇവിടുത്തെ ഷെഡുകളിൽ ചെയ്തിരിക്കുന്നത് അല്ലേ, ഇവിടുത്തെ ഫാമിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് ഈ പശുവിനൊക്കെ എടുക്കുന്ന പോലെ തന്നെ കുത്തിവയ്പ്പുകളും റൊട്ടീൻ കുത്തിവയ്പ്പുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്ന് തന്നെയാണോ എടുക്കുന്നത്? ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യം പറയുമ്പോൾ ഈ ആടുകളിൽ ടെറ്റനസ് രോഗബാധ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതിനെതിരെ ഇദ്ദേഹം 4 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ആട്ടിൻകുട്ടികളിലും അതുപോലെ തന്നെ അഡ്വാൻസ് പ്രഗ്നൻസിയിലുള്ള, അതായത് 4 മാസം കഴിയുമ്പോൾ, 5 മാസം ചെനയാണ് ആടിന് സാധാരണ, അപ്പോൾ 4 മാസം കഴിയുമ്പോഴും ടെറ്റനസിൻ്റെ ഇഞ്ചെക്ഷൻസ് പ്രതിരോധ കുത്തിവയ്പ്പായി നൽകുന്നു. അപ്പോൾ അത്തരം രോഗങ്ങളും ഒട്ടും തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ആടുകളെ തിരഞ്ഞെടുക്കുന്നതിൽ വളർത്താനായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രത്യേക ഇനങ്ങളില്ലേ? ഇല്ലേ? അത് ഏതൊക്കെ ഇനങ്ങളാണ് വളർത്താൻ? ഇതൊരു വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ആട് വളർത്തുന്നവർ തിരഞ്ഞെടുക്കേണ്ട ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിന് ഏറ്റവും അനുയോജ്യമായതും നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നതും മലബാർ ഇനമാണ്. മലബാർ ഇനം തന്നെയാണ് ഇവിടെ അധികം. അതുപോലെ തന്നെ മറ്റ് പല ബ്രീഡുകളും നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് സിരോഹി, ബീറ്റൽ, അതുപോലെ തന്നെ അട്ടപ്പാടി ബ്ലാക്ക്, ഇതിൻ്റെ എല്ലാം ക്രോസ് ബ്രീഡുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നാലും ഏറ്റവും അധികം മലബാർ ബ്രീഡ് തന്നെയാണ്. മലബാർ ബ്രീഡ് തന്നെയാണ് നമ്മുടെ സാഹചര്യത്തിന് ഏറ്റവും അനുയോജ്യമായതും മലബാർ ഇനമാണ് നമ്മുടെ കർഷകർ വളരെയധികം വളർത്തി വരുന്നത്. ശ്രീ വിജയകുമാറിന്റെയും ഭാര്യ വിജയ തുളസിയുടെയും ആട് വളർത്തൽ മറ്റുള്ളവരെയും ഈ മേഖലയിലേക്ക് കടന്നുവരാൻ തീർച്ചയായും പ്രേരിപ്പിക്കും. എന്നാൽ ഈ വിഷയത്തിൽ നന്നായി ഗൃഹപാഠം ചെയ്ത് മുൻപോട്ടു പോകാൻ അവർ ശ്രദ്ധിക്കണമെന്ന് മാത്രം. സ്ഥിര വിപണിയും മികച്ച വിലയുമാണ് ആട് വളർത്തലിനെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ ആടുകളെ വേണം വളർത്താനായി തിരഞ്ഞെടുക്കേണ്ടത്. വളരെ കുറഞ്ഞ മുടക്കുമുതലും വളർത്തു ചെലവുമുള്ള ആട് വളർത്തൽ നമുക്ക് നല്ല രീതിയിലുള്ള ലാഭവും നേടിത്തരുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുരുമുളക് കർഷകർക്ക് സ്പൈസസ് ബോർഡിന്റെ ധനസഹായം.
ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസ് കൊച്ചിയിൽ. കോഴിയിറച്ചിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ പരിശീലനം. വാർത്തകൾ വിശദമായി. സ്പൈസസ് ബോർഡ് കുരുമുളക് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയനാട് ജില്ലയിലെ കർഷകർക്ക് സംയോജിത രോഗനിയന്ത്രണത്തിന്റെ കീഴിൽ തുരിശ് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റും സ്യൂഡോമോണസും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നു. പരമാവധി 4 ഹെക്ടർ ഭൂമിയുള്ള കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഹെക്ടർ 1 പരമാവധി 1000 രൂപ നിരക്കിൽ 4 ഹെക്ടറിന് 4000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഹെക്ടർ 1 10 കിലോ കോപ്പർ സൾഫേറ്റും 2 ലിറ്റർ സ്യൂഡോമോണസുമാണ് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള അളവ്. കർഷകർക്ക് കൃഷിസ്ഥലത്തിന്റെ വിസ്തൃതിയും മറ്റും കണക്കിലെടുത്ത് സ്പൈസസ് ബോർഡ് ഫീൽഡ് ഓഫീസുകൾ വഴി പെർമിറ്റ് ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. ബോർഡ് അംഗീകരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും വിലയുടെ 50% അടച്ച് കർഷകർക്ക് തുരിശും സ്യൂഡോമോണസും വാങ്ങാം. ശേഷിക്കുന്ന 50% വില ബോർഡ് സംഘങ്ങൾക്ക് നേരിട്ട് നൽകുന്നതാണ്. 12ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസ് 2014 ഫെബ്രുവരി 16 മുതൽ 19 വരെ കൊച്ചിയിൽ ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ സംഘടിപ്പിക്കും. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ കോൺഗ്രസ് സ്പൈസസ് ബോർഡും ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറവും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. സസ്റ്റൈനബിലിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് എന്നതാണ് ഇത്തവണത്തെ ചർച്ചാ വിഷയം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.worldspicecongress.com. സംസ്ഥാന പൗൾട്രി കോർപ്പറേഷൻ കേരളത്തിലെ ബ്രോയിലർ കോഴി കർഷകരിൽ നിന്നും 2 കിലോ തൂക്കം വരുന്ന 40 ദിവസം പ്രായമുള്ള കോബ് 400 ഇനത്തിൽപ്പെട്ട ബ്രോയിലർ കോഴികൾ വാങ്ങുന്നു. ദിവസേന 2000 കോഴികളെ നൽകാൻ താൽപ്പര്യമുള്ള കർഷകർ സമ്മതമുള്ള വില അറിയിക്കുകയും കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 246 8585. മറ്റൊരു നമ്പർ 9656 001735. റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഓഗസ്റ്റ് മാസം 12, 13 തീയതികളിൽ കോട്ടയം റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിശീലനം. പരിശീലന ഫീസ് 800 രൂപയാണ്. കർഷകർ, വ്യാപാരികൾ, ഉൽപ്പന്ന നിർമ്മാതാക്കൾ, റബ്ബർ കറ സംസ്കരണ, ഷീറ്റ് നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കാണ് പരിശീലനം. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇനത്തിൽ 50% ഇളവുണ്ട്. റബ്ബർ ഉൽപ്പാദക സംഘങ്ങളിലെ അംഗങ്ങൾക്ക് 25% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0481 235 3325. മറ്റൊരു നമ്പർ 0481 2353 127. കോഴിയിറച്ചിയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള കോഴി വികസന കോർപ്പറേഷന്റെ ഓഫീസിൽ 5 ദിവസത്തെ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടാതെ താമസം, ഭക്ഷണം, യാത്രാ ചിലവ് എന്നിവയും ലഭിക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിലുള്ളവർക്കും അപേക്ഷിക്കാം. വെള്ളക്കടലാസിൽ ബയോഡേറ്റയും ഫോൺ നമ്പരും സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 31 മുമ്പ് നൽകിയിരിക്കണം. അപേക്ഷകൾ നൽകേണ്ട വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, നേതാജി റോഡ്, ആലുവ 68300101. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484 262 4441. മഴക്കാലത്ത് കുരുമുളക് കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ: തോട്ടങ്ങളിൽ നിന്നും ചീഞ്ഞതും കേടുവന്നതുമായ വള്ളികൾ നീക്കം ചെയ്യണം. ആവശ്യത്തിന് നീർവാർച്ച ഉറപ്പുവരുത്തി തണൽ ക്രമീകരിക്കണം. നഴ്സറികളെ നേരിട്ടുള്ള മഴ കൊള്ളാതെ ശ്രദ്ധിക്കണം. 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 0.2% കോപ്പർ ഓക്സിക്ലോറൈഡ് ചെടി 1 5 മുതൽ 8 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിക്കാവുന്നതാണ്. അടുത്തതായി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 17,800 രൂപ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 17,200 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 6,650 രൂപ. കൊപ്ര ക്വിൻ്റലിന് 4,900 രൂപ. കുരുമുളക് ക്വിൻ്റലിന് 40,500 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 5,500 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 5,100 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 40,500 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 38,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 38,000 രൂപ. വയനാടൻ കുരുമുളക് 38,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 4,750 രൂപ. തളിപ്പറമ്പ് 4,500. കാസർഗോഡ് 4,200. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിൻ്റലിന് 7,270. കോട്ടയം 7,050 രൂപ. ആലപ്പുഴ 6,650 രൂപ. കാലാവസ്ഥ: കണ്ണൂർ
കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.9, 24.8. കൊച്ചി 30.4, 22.6. ആലപ്പുഴ 29, 23.4. പുനലൂർ 31.2, 23.4. തിരുവനന്തപുരം 30.5, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.